ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് പപ്പാസ് കറി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് എല്ലാവരും എൻ്റെ ചാനൽ സൂപ്പർ സിമി എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലിന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പപ്പാസ് കറി ഉണ്ടാക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് കാണുക. ഓക്കെ, വരൂ കൂട്ടുകാരെ, നമുക്ക് പപ്പാസ് കറി ഉണ്ടാക്കാൻ പോവാം. പപ്പാസ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇറച്ചിയാണ്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതുപോലെ കനം കുറച്ച് വലിയ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നമുക്കത് കഴുകിയെടുക്കാം. നന്നായി പിഴിഞ്ഞെടുത്ത് മഞ്ഞപ്പൊടിയും മുളകും ഒക്കെ പുരട്ടി ഇഞ്ചിയും ഒക്കെ ചേർത്ത് വെക്കാം. ഓരോ പാത്രം അപ്പോഴപ്പോൾ തന്നെ കഴുകി വെച്ചാൽ അത്രയും നമുക്ക് സ്പേസും കിട്ടും. കുറച്ച് സ്ഥലത്ത് നിന്ന് ചെയ്യുന്ന ആൾക്ക് അത്രയും സ്പേസും കിട്ടും, നമുക്ക് ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാവും. അപ്പം എടുക്കുന്ന പാത്രങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി മാറ്റുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടോ, ക്യാമറ കറക്റ്റ് അല്ല ഉണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ചീവിയിടാം. ഇഞ്ചി ചീവിടുന്നുണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഇഞ്ചിയുടെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി കളയും. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പം ഇഞ്ചി കൂടെ ചെല്ലുന്നത് നല്ലതാണല്ലോ. അപ്പം ഇഞ്ചി ചീവിടുന്നതാണ് നല്ലത്. അപ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും. നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് ചീവി ഇടാം. അടുത്തത് നമുക്ക് വേപ്പിലിടാം, പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. അരിഞ്ഞ് കട്ട് ചെയ്തിടാം.
നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും മഞ്ഞപ്പൊടിയും വേപ്പിലയുടെയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇതിൽ. ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് അത് ഇതിൽ നന്നായിട്ട് പിടിക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം. നമുക്കിനി ഈ മിക്സ് ചെയ്ത് വെച്ച ബീഫ് കുക്കറിലേക്ക് ഇടാം. പുഴുങ്ങാനായിട്ട് വെക്കാം കേട്ടോ. കുക്കർ അടച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇവിടുത്തെ ഏറ് നന്നായിട്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളത് ഊതി കേട്ടോ. ഹോള് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അടിയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ പ്രശ്നമാണ്, അത് ഭയങ്കര. ഓക്കെ, നമുക്ക് അടുപ്പത്ത് വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ നന്നായിട്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യല്ല, പപ്പാസിനോട് മറ്റ് കാര്യങ്ങൾ ചെയ്യാം. പപ്പാസ് ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സവാളയാണ് ഇത്. നമുക്കത് പൊളിച്ചെടുക്കാം. പൊളിച്ചെടുക്കട്ടെ കേട്ടല്ല. ഒറ്റ വിസിൽ മതി കേട്ടോ, കൂടുതൽ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കുക്കറിന്, എൻ്റെ കുക്കറിന് കേട്ടോ, ഓരോരുത്തരും കുക്കറിൻ്റെ എയറിൻ്റെ ഇതനുസരിച്ചിരിക്കും. സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി ആ ആവിയിലിരുന്നത് വെന്തോളും കേട്ടോ. അപ്പം നമുക്കത് ഇതിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് ശേഷം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കുക്കർ തുറക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സവാള താളിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിത് സവാള ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴേക്കും അത് അടിച്ചു. ഈ മഴക്കാലമായോണ്ടേ ഈ അതിൻ്റെ തൊലിയൊക്കെ പൂത്ത് ഇതായിട്ട് കറുത്ത് കരിമ്പം കയറിയ മാതിരി. അപ്പം അത് നമുക്കിങ്ങനെ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് പെട്ടെന്ന് പോകും. കണ്ടോ?
നമുക്കത് സവാള അരിഞ്ഞെടുക്കാം. നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. നമുക്ക് പപ്പാസിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ താളിക്കാൻ വേണ്ടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് സാധാരണ എല്ലാവരും പപ്പാസ് വെക്കാറ്. ഞാനിത് മൺചട്ടി താളിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ട് വീഴും. മിക്കവാറും തീ കൂടുതൽ ഗ്യാസ് സ്റ്റൗവിൽ വെക്കും. അടുപ്പത്ത് സാധാ വിറകടുപ്പത്ത് വെക്കുവാണെങ്കിൽ പ്രശ്നമില്ല. സ്റ്റൗവിൽ വെക്കുമ്പോൾ തീ ചിലപ്പോൾ നമ്മൾ കൂട്ടി വെച്ചാൽ അപ്പം ചട്ടി പൊട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം അലുമിനിയം ചട്ടിയിൽ താളിച്ചിട്ട് മൺചട്ടിയിലേക്ക് പകർത്തുകയാണ് ചെയ്യണത്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അത് അവിടെ നിന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, വേപ്പില, നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ചെറിയ തീയിലിരുന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക്
വേണ്ട പൊടികളൊക്കെ ഇതിലേക്ക് ഇടാനുള്ള പൊടികൾ എടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എടുക്കാനായിട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. കേൾക്കാവോ ഞാൻ പറയുന്നത്? ഇതിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ബൗളിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, 2 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. പപ്പാസ് ആയതുകൊണ്ട് കുറച്ച് നല്ല ഇത്തിരി എരിവ് നിൽക്കണം, അതുകൊണ്ടാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത് 3 സ്പൂൺ. നമുക്കിതിലേക്ക് ആപ്പിൾ സറ വിനീഗർ ചേർക്കാം. പിന്നെ പോരാത്ത വിനീഗർ ചേർക്കുമ്പോൾ ഇറച്ചിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ പുളിയുടെ പാകം നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അതൊഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോവില്ല, പെട്ടെന്ന് മൂത്തങ്ങ് കരിഞ്ഞു പോവില്ല. ഇതിലേക്ക് ഗരം മസാല കൂടി ചേർക്കാനുണ്ട്. ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നതാണ് ഗരം മസാല. ഏലക്ക, കരയാമ്പ്, കറുവാപ്പട്ട, തക്കോലം, പെരുംജീരകം, ജാതിപത്രി, ജാതിക്ക, കസ്കസ്, അങ്ങനെയുള്ളതെല്ലാം, കുരുമുളക് അതും കൂടി ചേർക്കും. അതും കൂടിയൊക്കെ ചേർത്തിട്ട് പൊടിച്ചു വെച്ചതാണിത്. നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ഈ മൂത്ത് കഴിയുമ്പോൾ നല്ല ഉണ്ട പോലെ, ഇതുപോലെ തന്നെ ഉണ്ട പോലെ തന്നെ അതിലായി വരും.
അപ്പോഴതിൻ്റെ എണ്ണ തെളിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ഉണ്ടയായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പാകമായെന്ന് മനസ്സിലാക്കാൻ പറ്റും മൂത്ത് കഴിയുമ്പോൾ. സവാള നന്നായി മൊരിയട്ടെ കേട്ടോ, എന്നാലാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട പൊടികളായിട്ടുണ്ട്. കുറച്ച് കടുകും കൂടി ചേർക്കാം. പപ്പാസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊർക്കയും കടുകുമാണ് കേട്ടോ. കടുക് ആദ്യം ഒന്ന് പൊട്ടിക്കേണ്ടതായിരുന്നു. കടുക് ഇത്രയും കടുക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂൺ. ഇതവിടെ ഇരുന്ന് പൊട്ടട്ടെ. നന്നായിട്ട് മൂത്തോട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മിക്സ് ചെയ്ത് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടി ചേർത്തത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കും. ചോർക്കയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തല്ലോ പൊടികളെല്ലാം, നല്ലൊരു കടുകിൻ്റെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോഴേ കപ്പാസ് കറിയുടെ ഒരു കറക്റ്റ് മണം ഇപ്പോഴേ കിട്ടുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അത് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നേരെ തീയിലിരുന്ന് വേണം ഈ പൊടികളെല്ലാം മൊരിയാൻ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, അത് മൊരിയട്ടെ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടി മൂത്താൻ നന്നാണ്. നല്ല ഇത് നല്ല വിട്ട് വിട്ട് ഉരുണ്ട് വരുന്ന കണ്ടോ. ഇതെല്ലാം കൂടി ഒരു ഒറ്റ കട്ടയായിട്ട് വരും. അപ്പോഴാണ് ആ മുളകിൻ്റെ ആ ഒരു കുത്തലൊക്കെ കുറയും നന്നായിട്ട്. കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു.
ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മൺചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന ചട്ടിയാണിത്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്കതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. മസാല എല്ലാം മിക്സ് ചെയ്ത ബൗളാണിത്. അതിൽ വെള്ളം കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ചുറ്റിച്ചെടുത്താൽ അത് ഇതിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ ആ ഗ്രേവി വെറുതെ പച്ചവെള്ളമായിട്ട് ഒഴിക്കണതിൽ നല്ലതാണല്ലോ ആ ഗ്രേവി കലക്കിയ വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ചട്ടിയിൽ പിടിച്ചതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ഒഴിക്കുന്നത് ആരും നാണക്കേടായിട്ട് വിചാരിക്കണ്ട. പക്ഷേ ഇത് മസാലയൊക്കെ നന്നായി മൊരിഞ്ഞ ഇതായിരിക്കും ഈ അരികത്തൊക്കെ പിടിച്ചിരിക്കുന്നത്. അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയ ഇറച്ചിട്ട് കൊടുക്കാം. നമുക്ക് പുഴുങ്ങിയ ഇറച്ചി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നന്നായിട്ട് കുറുകി വരട്ടെ. തിളച്ച് നന്നായിട്ട് കുറുകി വരും. എണ്ണ നമ്മൾ ഒഴിച്ച ഓയിലുണ്ടല്ലോ അതൊക്കെ ഈ ഇറച്ചിയുടെ നെയ്യും നമ്മൾ ഒഴിച്ച ഓയിലും ഇതെല്ലാം കൂടി നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതെല്ലാം മീതെ നന്നായിട്ട് തെളിഞ്ഞു വരും. നല്ല ഭംഗിയുമായിരിക്കും കാണാനായിട്ട്. അതുവരെ അടുപ്പത്തിരുന്ന് അത് ആ ഉപ്പും പുളിയൊക്കെ ഇറച്ചിയിൽ പിടിക്കട്ടെ. ഈ സമയത്ത് പോരാത്ത ഉപ്പ് പുളി എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലൊക്കെ പുളിയൊക്കെ പിടിക്കേണ്ടതാണ് ഇറച്ചിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൂടുതലല്ല, ഒരു കുറച്ച് മുമ്പ് നിൽക്കുന്ന വിധത്തിൽ വേണം പുളി ഇടാൻ. എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയൊക്കെ അതിൽ പുളി പിടിക്കേണ്ടതാണ്, ഉപ്പും പുളിയൊക്കെ. ഉപ്പിട്ട് പുഴുങ്ങിയതാണ്, എന്നാലും പുളി ഒഴിക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞാണേ. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ, പുളിയൊക്കെ പിടിച്ച് നന്നായിട്ട് സെറ്റാവട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് ആവി വരുന്നുണ്ട്, കണ്ടോ? കണ്ടോ? നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ നന്നായിട്ട്
അങ്ങനെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്ന് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പം എൻ്റെ ചാനലെല്ലാവരും കണ്ട് ഞാൻ ചെയ്ത വിഭവം ഇഷ്ടമായ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ പപ്പാസ് കറി റെഡി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. ബൈ.